എൻ്റെ പേര് ജിഷ. ഞാൻ നാട്ടിൽ നിന്ന് ചെങ്ങ. ആദ്യത്തെ ഒരു ഓഫർ പോലെ നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കണ്ട. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 പൈസ പോലും നിങ്ങൾ കൊടുക്കും. ശേഷം നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചാൽ മതി. നമ്മൾ ഏകദേശം നോക്കിയെങ്കിൽ 10 ലക്ഷം രൂപയെ താഴെയുള്ളൂ. ഒരിക്കലും നമ്മൾ സമീപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എന്നെ കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് കുവൈറ്റിലുള്ള നിങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസത്തിനായിട്ട് US അയക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരവുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും UK, യൂറോപ്പ്, കാനഡ അങ്ങനെയൊക്കെ ഒരുപാട് ജോലിൻ്റെതും ഇതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഇതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഗ്യാരണ്ടി പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ജയൻ സാറുണ്ട്. ഒരു ജയൻ എന്നാണ്. ഞാൻ ഗനോൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് പെൻസിൽവാനിയയിൽ, അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ എറി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ കുവൈറ്റ് റെപ്രസെൻറ്റേറ്റീവാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ടാണ് എന്നെ ഇവരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ആളായിട്ടാണ് കുവൈത്തിലുള്ളത്? അതെ. അതായത് നിങ്ങളുടെ കമ്പനി ഒന്നും അല്ല? ഞാൻ ഒരു കമ്പനിയില്ല, ഇടനിലക്കാരോ യാതൊന്നുമില്ല. ഞാൻ ആ കമ്പനിയുടെ ഡയറക്റ്റ് കുവൈറ്റ് റെപ്രസെൻറ്റേറ്റീവാണ്, കുവൈത്തിന്റെ റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ, എങ്ങനെയാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മളിവിടെ ബേസിക്കലി ആദ്യം തന്നെ പറയട്ടെ, നമ്മളൊരു ജോലിപരമായിട്ടോ ഒന്നും നടത്തുന്ന ഒരു ആൾക്കാരല്ല. നമ്മളെ സംബന്ധിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അവസരങ്ങളാണ് നമ്മൾക്കുള്ളത്. അത് അമേരിക്കയിലെ പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ടാക്സ് ഫ്രീ സ്റ്റേറ്റ് ആണ്. അവിടെ നമ്മൾ ബേസിക്കലി കുവൈറ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഡിഗ്രിക്കും ഒക്കെ കഴിഞ്ഞുള്ള ആൾക്കാരെയാണ് നമ്മൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കുവൈത്തിൽ. തീർച്ചയായിട്ടും. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഏകദേശം ഒരു 100-ൽ പരം കോഴ്സുകൾ തന്നെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അത് STEM ഓറിയൻറ്റഡ് എന്ന് പറയും, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്. കാരണം ഇങ്ങനെയുള്ള STEM ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ അവർക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഗൾഫിലായെങ്കിലും നാട്ടിലായെങ്കിലും എല്ലാവർക്കും പേടി എന്താ വെച്ചെങ്കിൽ ഇതിലൊരുപാട് ഫേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെ. പരസ്യങ്ങൾ, അതായത് ജോബിന്റെ ആയെങ്കിലും ഇപ്പൊ വിദ്യാഭ്യാസത്തിന് പോകുന്നതാണെങ്കിലും ഒക്കെ ഫേക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ ഇത് എങ്ങനെയാണ്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ റോള്? നിങ്ങൾ എന്താണ് ഇപ്പൊ ഈ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ, ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറ്റി വിടുമ്പോൾ നിങ്ങളുടെ റോൾ എന്താണ് ഇതിൽ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയുമ്പം ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം, ഏതൊരു സ്റ്റഡി അബ്രോഡിൻ്റെ ഏജൻസി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു രജിസ്ട്രേഷൻ ഫീസാണ് അവർ മേടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ യാതൊരുവിധ മുൻപേറായിട്ടുള്ള ഒരു പൈസകളും നമ്മൾ മേടിക്കുന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, വാലിഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓഫർ ലെറ്ററും I-20യും യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യും. ഇതിന് ശേഷം ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യവും നടക്കില്ല. കാരണം അതിന് ശേഷമാണ് ഇതിൻ്റെ ഫോർമാലിറ്റീസ് മുഴുവൻ ഇരിക്കുന്നത്. കാരണം എംബസിയിൽ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുന്നത്. ഇതിനവിടം വരെ ചെയ്തു തരാൻ പല നമ്മളുടെ ഏജൻസികളും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ട് എനിക്കിതൊക്കെ പറയുന്നതിന് പബ്ലിക്കായിട്ട് പരിമിതികളുണ്ട്. എന്നാൽ നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എനിക്ക് ഗൈഡൻസ് എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ആദ്യം തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ക്രെഡൻഷ്യൽസ്, വാലിഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അസസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മാത്സ് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും ഒരു സയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ചില മാത്സും ബയോമാത്സ് പഠിച്ച ആൾക്കാർക്ക് തീർച്ചയായിട്ടും ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പറ്റും. അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ ഒരു അസസ് ചെയ്യണം നമുക്ക്, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റ് കുവൈത്തിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, എത്ര ചെലവ് വരുന്നുണ്ട്? അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ കോഴ്സുകളിലാണ്. കാരണം പല കോഴ്സുകൾക്കും പല വ്യത്യസ്തമായിട്ടുള്ള ചാർജസ് ആണ്. എന്നാൽ ഒരു $14,000 മുതൽ മേളിലോട്ട് ഉള്ള കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ സ്കോളർഷിപ്പുകളും ഉണ്ട്. ഇത് ബേസിക്കലി ഒരു സെന്റിനറി ആഘോഷിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി 1925 സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്രിസ്ത്യൻ ഡയസിന്റെ കീഴിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മളിപ്പം പലപ്പോഴും പല യൂണിവേഴ്സിറ്റികളും US എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രോഫിറ്റബിളും ഇങ്ങനെ പല ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി, ഗനോൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അത് ഏകദേശം 100 വർഷമായി
ഏകദേശം 2 സ്ക്വയർ കിലോമീറ്റേഴ്സിലോളം വിസ്തൃതിയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പം ഈവൻ ഇഫ് പലരും ഇപ്പം കുഞ്ഞ് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് പാർട്ട് ടൈമിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്നുള്ളതായിരുന്നു. അപ്പോ നമുക്കിത് സ്റ്റാർട്ടിങ്ങിലെ തുടങ്ങാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇത്രയൊക്കെ അതിന് ചെലവ് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ഇതിന് എന്ന് മുതലാണ് ക്യാഷ് മുടക്കേണ്ടത്? ക്യാഷ് മുടക്കേണ്ട ആദ്യമേ നമ്മൾ പൈസയോ യാതൊരുവിധ കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നില്ല. അത് കുവൈറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഫീ ഒക്കെ അവർ വേവ് ഓഫ് ചെയ്യുന്നത്. കാരണം അത് സർട്ടൺ പീരീഡ് ഓഫ് ടൈം മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫീസ് എല്ലാം മേടിച്ചാണ് ചെയ്യുന്നത്. അപ്പം അവർ ചെയ്യുന്നത് ക്രെഡൻഷ്യൽസ് ആദ്യം അസസ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ GRE, GMAT, അങ്ങനെ SAT ഇങ്ങനെയുള്ള ഒരുപാട് പ്രിലിമിനറി ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഉണ്ട്. ഇതൊന്നും ഇവിടെ അപ്പിയർ ചെയ്യേണ്ട. സ്ട്രെയിറ്റ് അവേ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നമുക്ക് ചുരുക്കി പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തീർച്ചയായിട്ടും സിമ്പിൾ ആയിട്ട് ഒന്ന് പറയാം. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണത്തിന് ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പം അവരുടെ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പം ഏകദേശം അവർക്കൊരു 50 to 60% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം അവരിപ്പം BCom പഠിച്ച ആൾക്കാണെങ്കിൽ അതിന് പറ്റുന്ന കോഴ്സുകളാണ്, അല്ല സയൻസ് പഠിച്ചവർക്കാണെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളാണ്. അതിനുശേഷം അവർ ഏകദേശം ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് അവർ തരണം. ഏകദേശം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 20 മുതൽ 25 ലക്ഷം രൂപ വരെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യമാണ്. പ്ലസ് ഇത് കൂടാതെ IELTS അല്ലെങ്കിൽ ഡ്യൂലിംഗോയോ ഇതൊക്കെ ഇവർ എംബസിയിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അവർ എംബസി പോകണ്ട, ഇത് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട. എംബസി ഒക്കെ പിന്നീട് അവസാനമാണ് വരുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിങ് ഇത്രയും ചെയ്തു. അല്ലെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ അവർ പാസ്സായി. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇവിടെ കുവൈറ്റിൽ അതിനൊരു ഇഷ്യൂ ഇല്ലാത്ത മിനിമം എങ്ങനെ പോയാലും ആര് പോയാലും 7 to 8 കിട്ടും തീർച്ചയായിട്ടും. അപ്പം ഇത്രയും ഡോക്യുമെന്റ്സ് അവർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു യൂണിവേഴ്സിറ്റി ഏകദേശം ഒരു 5 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്ററും I-20 ഇഷ്യൂ ചെയ്യും. I-20 എന്ന് പറയുന്ന അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ഓഫർ ലെറ്റർ ആണ്. ഇത് മാത്രം തന്നുകൊണ്ട് കാര്യമില്ല. അടുത്ത സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൊണ്ട് നമ്മൾ വിസ ഇന്റർവ്യൂവിന് പോകുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ നമ്മൾ റെഡിയാക്കണം. എന്നിട്ട് നമ്മൾ സ്ലോട്ട് വരെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കുവൈറ്റ് റെസിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുത്തെ എംബസിയിൽ നിങ്ങൾക്ക് സമീപിക്കാം. എന്നാൽ നിങ്ങൾ ഒരുപക്ഷെ വിസിറ്റിംഗ് വിസയിലോ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കോൺസുലേറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടും. റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് പാസ്സാവുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങളുടെ ആ എബിലിറ്റി അനുസരിച്ച്. അപ്പൊ ഇങ്ങനെ വിസിറ്റിൽ വന്ന ഒരാൾക്ക് ഇവർക്ക് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും. അത് അവരുടെ റെസിഡൻസ്, കൺട്രി ഓഫ് റെസിഡൻസ് എവിടെയാണ് നിങ്ങൾ നാട്ടിൽ ഇത് ചെയ്ത് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്. അവരാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ഏകദേശം കുവൈറ്റിൽ നിന്ന് നമ്മൾ ഹോൾ GCC. എൻ്റെ പേര് ആകാശ്. ഞാൻ ഈ വരുന്ന ജാനുവരി 2025 ഇൻടേക്കിൽ US അഡ്മിഷൻ കിട്ടി. എനിക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയറിനും വിസ ഇന്റർവ്യൂക്കും ഹെൽപ്പ് ചെയ്ത സ്രിൻസ് കൺസൾട്ടൻസി സർവീസസിന് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ അദ്വൈത് K. സുബിൻ. ഈ വരുന്ന ജാനുവരി 2025 ഇൻടേക്കിൽ എനിക്ക് US അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിലും വിസ പ്രോസസ്സിലും എന്നെ ഹെൽപ്പ് ചെയ്ത സ്ട്രെൻസ് കൺസൾട്ടൻസി സർവീസസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഹലോ, എൻ്റെ പേര് ജിഷ. ഞാൻ നാട്ടിൽ നിന്ന് ചെങ്ങന്നൂരിൽ നിന്നാണ്. ഞാൻ നാട്ടിൽ അഡ്വക്കേറ്റ് ആയിരുന്നു, LLB ആയിരുന്നു പഠിച്ചത്. ഞാനിവിടെ ഗ്രിഫിത്ത് കോളേജ് ഡബ്ലിനിൽ ഇപ്പം പഠിക്കുന്നു. മാസ്റ്റേഴ്സ് ഇൻ ലോ പഠിക്കാൻ ഞാനിവിടെ വന്നേക്കുമായിരുന്നു. ആൻഡ് ഇൻ മൈ ജേർണി സ്രിൻസ് അക്കാഡമി ഹെൽപ്പ് മീ എ ലോട്ട്. ഇപ്പം ആകെപ്പാടെ മസ്കറ്റും ഖത്തറും ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ സ്റ്റുഡൻസിന് പോകാൻ പറ്റി. ഇപ്പൊ ഇവിടുന്ന് കുവൈത്ത് നിന്ന് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കുവൈത്ത് ഇപ്പോൾ ഏകദേശം എത്ര കുട്ടികളോളം? ഒരു 6 പിള്ളേരോളം ഇപ്പം കുവൈറ്റ് നിങ്ങളുടെ പോയിട്ടുണ്ട്. അപ്പോൾ സാറേ ഇപ്പൊ ഇതിൽ ഞാൻ ചോദിച്ചു പേയ്മെന്റ് കാര്യം പറഞ്ഞു. അപ്പൊ പേയ്മെന്റ് അപ്പൊ ഈ ഓഫർ ലെറ്റർ കിട്ടിയതിന്റെ ശേഷം എങ്ങനെയാണ് കൊടുക്കേണ്ടത്? യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇപ്പം ആദ്യത്തെ ഒരു ഓഫർ പോലെ നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കണ്ട. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 പൈസ പോലും നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ ഇതിന് ശേഷമുള്ള നിങ്ങളുടെ ഡോക്യുമെന്റേഷന് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നമ്മളായിട്ട് ബന്ധമില്ല. ഞാൻ ചോദിച്ചെന്താ വെച്ചെങ്കിൽ ആ ഏജൻസിക്ക് അപ്പൊ നമുക്ക് ഇതൊക്കെ ഈ ഓഫർ ലെറ്റർ കിട്ടിയതിന്റെ ശേഷമല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ പോകേണ്ടത് എംബസി ഇന്റർവ്യൂ ആണ്. ഡേറ്റ് കിട്ടും. അവിടെ പോയതിനു ശേഷം നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചാൽ മതി. നിങ്ങൾ ഇവിടെയാണ് ഞാൻ ബേസിക്കലി പറയുന്നത്. കാരണം ഇന്ത്യൻസ് പലപ്പോഴും സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ UK, കാനഡ അല്ലെങ്കിൽ അയർലൻഡ് പോലത്തുള്ള സ്ഥലങ്ങളിലേക്ക് പേർക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഫീസ് കൊടുക്കണം.
എന്നിട്ട് നമ്മുടെ വിസ റിജക്റ്റ് ആയെന്ന് വെച്ചോളൂ, ആ fees നിങ്ങൾക്ക് ഈ ഫീസ് കിട്ടുന്ന 4 മുതൽ 5 മാസത്തിന് ശേഷം തിരിച്ചു അന്നത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് അതിൻ്റെ അകത്ത് അവർ ട്യൂഷൻ ഫീസ്, ഇതെല്ലാം ട്യൂഷൻ ഫീസ് മാത്രമേ തരുള്ളൂ. ബാക്കി അവർ വരുന്ന കോഷൻ ഡിപ്പോസിറ്റ് അല്ലെ അങ്ങനെയുള്ള ഫീസുകൾ മുഴുവൻ കട്ട് ചെയ്യും. നിങ്ങൾക്ക് ആർക്കും പോയി അവരെ ഒന്നും പോയി ഇത് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇവിടെ അതല്ല, നിങ്ങൾ വിസ പാസ്സായതിനു ശേഷം മാത്രം നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടച്ചാൽ മതി. അതുപോലും ഏകദേശം ഇപ്പൊ PG പ്രോഗ്രാമിനാണെങ്കിൽ $8,000 അടച്ചാൽ മതി. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ചേഞ്ചസ് ഉണ്ടാകാം. ഇപ്പം മറ്റേതാണെങ്കിൽ UG പ്രോഗ്രാം ആണെങ്കിൽ ഏകദേശം $10,000 to $12,000 ആണ്. അപ്പൊ നമ്മൾ ഏകദേശം നോക്കിയാൽ 10 ലക്ഷം രൂപയെ താഴെയുള്ളൂ. ഒരിക്കലും നമ്മൾ സമീപിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-3.5 വർഷം ജോലി ചെയ്യാൻ അവസരവും ഒക്കെ കിട്ടുന്ന ഒരു സാധ്യത ഇന്ന് വരെ എൻ്റെ അറിവിൽ പല യൂണിവേഴ്സിറ്റികളുണ്ട്. തീർച്ചയായിട്ടും USA ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷെ നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരിപ്പോഴും അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അതാണ് ഞാൻ മുമ്പേ ഡയസിസ് എന്ന് എടുത്തു പറയാൻ കാര്യം അതായിരുന്നു. അങ്ങനെ ഒരു കോൺവെന്റിലൊക്കെ പഠിക്കുന്ന പോലത്തെ ഒരു വിദ്യാഭ്യാസമാണ്. ഇപ്പം +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എനിക്ക് 4 മക്കളുള്ള ഒരാളാണ്. അപ്പൊ എനിക്കറിയാം അവൻ എന്ത് അറിവുണ്ടെന്നുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഗൾഫ് റീജിയനിൽ പഠിച്ച പിള്ളേർ. അപ്പൊ അങ്ങനെ അവരെ നിയന്ത്രിക്കാനും അവരുടെ പഠനത്തോടൊപ്പം അവർക്ക് പാർട്ട് ടൈം ചെയ്യാനും ഉള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക്. കൂടുതൽ ഒന്നും കൂടി ചോദിക്കുന്നുള്ളത്, ഇപ്പോ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ഇവര് ആ ഒരു ചെറിയ പേയ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അതെ. ഇവര് അതിന്റെ ശേഷം എംബസി ഇന്റർവ്യൂവിന് പോയിട്ട് അവർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഒരു കൊടുത്ത എമൗണ്ട് എങ്ങനെയായിരിക്കും? അത് ശരിക്കും പറഞ്ഞാൽ നമുക്കല്ലല്ലോ, നമ്മളായിട്ട് ബന്ധമില്ലല്ലോ. നമ്മളിപ്പോ ഒരു ഏജൻസിയെ, തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സമീപിച്ചു. നമുക്ക് ഒരു പൈസ പോലും തരണ്ട, ഒരു പൈസ പോലും നമുക്ക്. അത് ഈ സ്റ്റാർട്ടിങ്ങിൽ കുവൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. യൂണിവേഴ്സിറ്റി ഒന്നും ചാർജ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുഞ്ഞിയുടെ ഇപ്പം ഈ ചാനലിൽ വന്നോട്ട് പറയുന്നതാണ്, ഇവർക്ക് എത്ര തവണ വേണേലും ഡിഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഒന്ന് ഫെയിലായപ്പോൾ വീണ്ടും പോകാം. അതെ, ഇപ്പൊ അവര് മെയിൽ പോയിട്ട് ഫെയിലായി, അവർക്ക് ഓഗസ്റ്റിൽ ഇൻടേക്കിൽ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രീ ഓഫ് ചാർജ് കൊടുക്കും. ഇനിയിപ്പം അതിലും തോറ്റു, അവർക്ക് ജാനുവരി ഇൻടേക്കിൽ വേണം, അത് കൊടുക്കാം, എനിക്ക് പ്രശ്നമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, സാമ്പത്തികമായിട്ട് കഴിവുണ്ട ആൾക്കാരോടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ US കൊണ്ടുപോയിട്ട് വിദ്യാഭ്യാസം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ ഈ കൂടെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഒരു ഗൂഗിളിന്റെ നമുക്കിപ്പോ എങ്ങനെയാണ് ഇവർ രജിസ്റ്റർ ചെയ്യുന്നത്, ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് വേണ്ട ഒരു ഗൂഗിൾ ഷീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന് ശേഷം എന്റെ എക്സിക്യൂട്ടീവ്സ് ബാക്കിയുണ്ട്, അവർ ഇവരെ കോണ്ടാക്ട് ചെയ്യും. ബാക്കിയുള്ള ബാക്കിയെല്ലാം അവർ ഗൈഡ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞോളൂ, ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. അപ്പോൾ ഒരുപാട് നന്ദി, നല്ല ഇൻഫർമേഷൻ ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്ക്. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പെടട്ടെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.